Yo, what's up, guys? Welcome back to my YouTube channel. Hope you had a good day. As we talk about 2025, how we are going to start and all. എല്ലാത്തിനും നമ്മൾ സംസാരിച്ചു. So today we are going to talk about something that's important. കഴിക്കുന്ന ഫുഡ്. നമ്മൾ പല സൈസ് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് പല സൈസ് ഫുഡ്. അത് ഹെൽത്തി ആണെന്നുള്ളതുണ്ട്, ഹെൽത്തി അല്ലാത്തതുണ്ട്. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളത് കൺസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് പോലും അറിയാതെ നമ്മളത് കൺസ്യൂം ചെയ്യാറുണ്ട്. അതിന് പുറകോട്ട് തിരിച്ച് നോക്കാതെ എന്തുവാണെന്ന് അതുപോലും നോക്കാതെ നമ്മൾ കൺസ്യൂം ചെയ്യാറുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ഇൻ ദി എൻഡ്. തുടക്കത്തിൽ നമ്മൾ ഫുഡ് എന്തുവാണെന്ന് നമുക്ക് അതിന് പറയാം. ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തെ നറിഷ് ചെയ്യുന്നത്, നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന സാധനമാണ്. അതിലൂടെ പല അസുഖങ്ങളും നമുക്ക് വരാറുണ്ട്. പല അസുഖങ്ങളും നമുക്ക് ഫുഡിലൂടെ വരാറുണ്ട്. അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് നല്ലതല്ലാത്തത് കൊണ്ട് മാത്രം ആണ്. ചില ഫുഡുകൾ നമ്മുടെ ദേഹത്ത് പിടിക്കാറില്ല. മോസ്റ്റ് ഓഫ് ദാറ്റ് കംസ് ഫ്രം അൺഹെൽത്തി ഫുഡ്സ്. അതായത് നമ്മൾ വണ്ണം വെക്കും, നമുക്ക് കൊളസ്ട്രോൾ കൂടും, നമുക്ക് ഹാർട്ട് അറ്റാക്സ് വരും, നമുക്ക് എനർജി ലോ ആവും, നമ്മുടെ ഷുഗർ ആയിട്ടുള്ള എനർജി ലോ ആവും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫുഡിൽ ഉണ്ട്. കാരണം ഫുഡ് ഇറ്റ് ഈസ് എ മെഡിസിൻ. ഫുഡ് എന്ന് പറയുന്നത് ഒരു മെഡിസിനാണ്. നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തെ നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ആഹാരൻ്റെയും നമുക്ക് ഏറ്റവും വലിയൊരു സാധനമാണ് ഫുഡ്. അത് നമ്മൾ എങ്ങനെ കൺസ്യൂം, നമ്മുടെ ഈ ശരീരം നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു. ബൈബിൾ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് Corinthians 6:19-20 says that our body are temples of the Holy Spirit and that we should honor God with them. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരം നമ്മൾ ഹാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഫുഡും കഴിച്ച് പല രീതിയിൽ ജീവിച്ച് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഓർഗൻസിനെ നമ്മൾ ഹാം ചെയ്ത് നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഈസ് ഷുഗർ. എന്തോരം മധുരം കഴിക്കുന്നത് നമ്മുടെ മെയിൻലി ഷുഗർ നമ്മുടെ എനർജി ലോ ആക്കും. നമ്മുടെ എനർജി മൊത്തം നശിപ്പിക്കും. ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മളെ തളർത്തും. നമുക്ക് ഷുഗർ വന്നതിന് അറിയാൻ ചിലവരെ കൈയും കാലൊക്കെ മുറിച്ച് കളയേണ്ടി വരുന്നുണ്ട്. ഷുഗർ കുടിക്കുമ്പോൾ ചില ഫുഡുകൾ കഴിക്കാൻ പറ്റത്തില്ല. അത് വരുന്നത് ഓവർ ഷുഗർ കഴിക്കുന്നുണ്ട്, അല്ല വേറെ പല അസുഖങ്ങൾ കാരണം ഷുഗർ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ട്രൈ ടു നോട്ട് ഇറ്റ്, ബട്ട് വൺസ് ഇൻ എ വൈൽ, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിന് ഇറ്റ്സ് ഓക്കെ. ഡെയിലി നമ്മൾ കഴിക്കുന്ന ആൾക്കാരാണ് ഭയങ്കര നമ്മുടെ ശരീരത്തിൽ ഭയങ്കര മോശം വരുത്തുന്നതാണ്. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു ഈ നമ്മളെ ഹെൽത്തിയാന്ന് നോക്കിയാൽ തൈര്, ഫ്ലേവേർഡ് തൈര് കഴിക്കുമായിരുന്നു. ഫ്ലേവേർഡ് തൈര് നമ്മൾ അറിയുന്നില്ല ഇതിൻ്റെ ശരിക്കും പുറകുള്ള കാര്യം. ആ ഫ്രൂട്ട് മിൽക്കിഷ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് ഓൺലി 6%. നോട്ട് ഓൺ ഫ്രൂട്ട് ഡിഷ് ഫ്ലേവറിങ്. ഒരു 6% ഉള്ള അതിനകത്ത് ഒരു ആൾ പറഞ്ഞിരുന്ന ഫ്രൂട്ട്സിൻ്റെ ഇത്. ബാക്കി മൊത്തം നമുക്ക് അറിയാത്ത കുറേ സാധനങ്ങളാണ്. കെമിക്കൽസ് ആയിരിക്കാം, ഷുഗർ, ആഡഡ് ഷുഗർ ഒക്കെ ആണെന്നപ്പം turns out it's not even healthy. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കുമായിരുന്നു. ബൂസ്റ്റ് സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ആരും മൊത്തം മധുരമാണ്. ഇവിടെ നിന്നാണ് എനർജി കിട്ടുന്നത്. മധുരത്തിൽ നമ്മളെ എനർജി തകർക്കുന്നതാണ് മധുരം. അത് നമ്മൾ കുടിച്ചിട്ട് എനർജി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളത് അതിൻ്റെ കൂടെ പഞ്ചസാര കൂടി കഴിക്കുക, അതിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് കൂടാനായിട്ട്. എവിടെയാണ് എനർജി? ഉള്ള എനർജി നമ്മൾ ലൂസ് ചെയ്യുവാണ്. നമ്മുടെ ബോളൊക്കെ നല്ല എനർജി ലൂസായി പിറ്റേഴ്സിനൊക്കെ മുഖമൊക്കെ കെട്ടി ഒരു മാസം കഴിയുമ്പോഴത്തേനോ 10 കിലോ 40 കിലോ ആകും. ഉണ്ടായിരുന്ന വെയിറ്റ് എല്ലാം കൂടെ കൂടി നമ്മൾ വേറെ ആളാകും നമ്മൾ ഒരു 5-6 മാസത്തിനുള്ളിൽ. ആൻഡ് സെക്കൻഡ് വൺ ഐ വുഡ് ലൈക്ക് ടു സേ ഈസ് പാക്കേജ് സ്നാക്സ്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. ലേസ്, മിച്ചർ സാധനങ്ങൾ നമ്മളത് പൊതുവെ അതൊരു നോർമൽ സാധനമാണ്. കഴിക്കണം. മിച്ചർ കഴിക്കത്തില്ല. നമ്മൾ കഴിക്കത്തില്ല എന്തിനാണ് നടക്കുന്നത് ചോദിക്കും. ഈ പ്രായത്തിൽ കഴിച്ചില്ല, പിന്നെ എന്ന് കഴിക്കാനാണ് എൻ്റെ പറയുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടോ. അപ്പം ഇപ്പോൾ കഴിച്ചില്ല, നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കഴിക്കാം. അപ്പം അതോടായിട്ട് കഴിച്ചാൽ നമുക്ക് ഈ എല്ലാ അസുഖമെല്ലാം വരും. എന്നാൽ ഇത് കഴിക്കാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇതും ഒത്തിരി ആൾക്കാർ കഴിക്കുന്നതാണ്. ട്രൈ ടു അവോയ്ഡ് ഇറ്റ്. എല്ലാവരും ഡെയിലി റൂട്ടീനിൽ കൊണ്ടുവരാതിരിക്കും. അല്ല, പലപ്പോഴും കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് അത് സ്ഥിരമാകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഓരോ അസുഖങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അതൊരു സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ എഫക്ട് ചെയ്യുന്ന സൈഡ് എഫക്ട്സ് കാണുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തേർഡ് വൺ ഐ വുഡ് ലൈക്ക് ടു സേ ഈസ് ഷുഗറി ഡ്രിങ്ക്സ്. അത് ഏറ്റവും വലിയ ഫ്രൂട്ടിലൊക്കെ മധുരം മാത്രമേ ഉള്ളൂ, എന്നിട്ട് ഫ്ലേവറിങ് മാത്രമേ ഉള്ളൂ. അതിനകത്തൊക്കെ മാങ്ങയുടെ തേങ്ങയുടെ ഒക്കെ ഫ്ലേവറിങ് മാത്രമേ ഉള്ളൂ.
ഇല്ല. ഇതൊക്കെ നമുക്ക് ഒക്കേഷണലി കുടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ. അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് ഉണ്ട്. ഫ്രഷ് ജ്യൂസ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഗെറ്റിംഗ് സ്വീറ്റ്നർ ഇൻസൈഡ് യു ഇഫ് യു വാണ്ട്, ഇഫ് യു ആർ ക്രേവിംഗ് ദാറ്റ് മച്ച്. അല്ല, അതിന്റെ പകുതി വിലയാകത്തുള്ളൂ. 2 ഓറഞ്ച് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ കടൽ മേടിക്കുന്ന ഒരു കുപ്പിയേക്കാളും നല്ലതുമാണ്, നമ്മുടെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും. ഈ കടന്ന് മേടിക്കുന്ന ശരീരത്തിൽ പിടിക്കത്തില്ല, ഇവിടുത്തെ വിലയുമാണ്, നമുക്കൊരു യൂസും ഇല്ല, നമുക്ക് ഉള്ളതല്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയും ചെയ്യും. സോ എനർജി ആ ഒരു ഡ്രിങ്ക്സ് നമുക്ക് പറ്റാത്ര ഒഴിവാക്കി. ഈ എനർജി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക പറ്റുന്നത്രയും. അതിലെ പ്രാക്ടീസ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ, ഞാൻ കുറച്ച് സാധനം എൻ്റെ ഡെയിലി യൂസിക്കുന്ന സാധനം അതിലൊന്നാണ് ഈ ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും കാര്യം ഓർത്ത് തീരാറായി. സാധനം ഇല്ല ഇതിനകത്ത്, ഇച്ചിരി കൂടെ ഉള്ളത്. അന്നത്തെ ഞാൻ അറിയുന്നു ഇത് എഴുതിയേക്കുന്ന കിസാൻ ഫ്രഷ് ടൊമാറ്റോസ് കെച്ചപ്പ് വിത്ത് 100% റിയൽ ടൊമാറ്റോസ് എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇതിന്റെ സൈഡിൽ ഇങ്ങനെ വായിച്ച് ഈ സൈഡിൽ താഴത്തെ റൈറ്റ് സൈഡിൽ താഴെ എഴുതിയിട്ടുണ്ട് ഓൺലി ബ്രാൻഡ് നെയിം ആൻഡ് ഡസൻറ്റ് റെപ്രസെന്റ് ഇറ്റ്സ് ട്രൂ വാല്യൂ. ഈ എഴുതിയൊന്നും സത്യമല്ലെന്ന. ഹോൾ വീറ്റ് ബിസ്ക്കറ്റ് എന്നാണ് ഈ ബിസ്ക്കറ്റിന്റെ പേര്. ഹോൾ വീറ്റ് ബിസ്ക്കറ്റിൽ റിഫൈൻഡ് വീറ്റ് ഫ്ലവർ, മേദ 46%, ഹോൾ വീറ്റ് ആട്ട 17% ഉണ്ട്. ഹോൾ വീറ്റ് ബിസ്ക്കറ്റില് ഹോൾ വീറ്റ് കുറവാണ്, മേദ കൂടുതലാണ്. ഹേസൽനട്ട് ചോക്കോ പീനട്ട് ബട്ടർ എന്ന് പറയുന്ന ഒരു ഇതാണ്. എന്നാൽ നമുക്ക് ഹേസൽനട്ട് അതുണ്ടായിരിക്കും. എന്നാൽ ഇതിനകത്ത് ഹേസൽനട്ട് സാധനമേ ഇല്ല. ഹേസൽനട്ടേ ഇല്ല ഈ കിസാന്റെ ഈ ഹേസൽനട്ടിന്റെ ചോക്ലേറ്റ്. ഹേസൽനട്ടേ ഇല്ല. ഇത് ഏതെങ്കിലും ഐഡന്റിക്കൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസ് ഹേസൽനട്ട്. ഞെട്ടിക്കാണല്ലേ. അവസാനം ഞാൻ എത്ര ആഗ്രഹിക്കുന്നത് നല്ല സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. പീനട്ട് ബട്ടർ ആണ് നമുക്ക് വീട്ടിലുണ്ടാക്കാം, ജ്യൂസ് ആണെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാം, ജാമാണെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാം, ബിസ്ക്കറ്റ് ആണെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാം. നാം മേടിക്കുന്നതിൻ്റെ പൈസയ്ക്ക് നമുക്ക് സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവോയ്ഡ് ദീസ് കൈൻഡ് ഓഫ് പ്രോസസ്ഡ് ഫുഡ്. കുറെ ഞാൻ ചോക്ലേറ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഹെൽത്തി ആണെന്നും പറഞ്ഞ് ഇത് പറയുന്നില്ല. ബട്ട് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹെൽത്തി ആണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. Occasionally all these foods are okay. നമ്മളിപ്പം പറയാം occasionally. ഇതൊക്കെ നമ്മുടെ ഡെയിലി റൂട്ടീനിലാണെങ്കിൽ പ്ലീസ് അവോയ്ഡ് ചെയ്ത് പറ്റുന്നത്രയും അവോയ്ഡ് ചെയ്ത് സ്മോൾ തിങ് ഇൻ യുവർ ലൈഫ് ആൻഡ് മേക്ക് ബിഗ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. Alright, that's it for today. Hope you find this video helpful and don't forget to like, share and subscribe. Stay focused, stay fit, pray to God and peace.